ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്ലാസ് റൂം. ഇന്ന് നമ്മൾ 86-ാമത്തെ പേജിൽ ഹാപ്പിനെസ് എന്ന് പറയുന്ന റൈമണ്ട് കാവ് എന്ന അമേരിക്കൻ പോയറ്റിൻ്റെ കവിതയാണ് പഠിക്കുന്നത്. നമുക്കതൊന്ന് വായിച്ച് നോക്കാം. So early, it is still almost dark out. I am near the window with coffee and the usual early morning stuff thus passes for thought. So early. സമയം അതിരാവിലെയാണെങ്കിലും ഇരുട്ട് നിറഞ്ഞതായിരുന്നു. I am near the window with coffee. ഞാൻ ജനലിനടുത്ത് കോഫിയുമായിട്ടാണ് നിൽക്കുന്നത്. And the usual early morning stuff that passes for thought. അതായത് ചിന്തയിൽ മുഴുകി രാവിലെയുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോയി. When I see the boy and his friend walking up the road to deliver the newspaper. When I see the boy and his friend, ഞാൻ ഒരു ആൺകുട്ടിയെയും അവൻ്റെ കൂട്ടുകാരനെയും കണ്ടപ്പോൾ വാക്കിംഗ് അപ്പ് ദ റോഡ്, അവർ റോഡിലൂടെ നടന്നു പോവുകയാണ്. ടു ഡെലിവർ ദ ന്യൂസ്പേപ്പർ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. They wear caps and sweaters and one boy has a bag over his shoulder. They are so happy. They wear caps, അവർ തൊപ്പി ധരിച്ചിട്ടുണ്ട്. and sweaters, അതായത് കമ്പിളിയും ധരിച്ചിട്ടുണ്ട്. and one boy has a bag, ഒരു ആൺകുട്ടിയുടെ കയ്യിൽ ബാഗുണ്ട്. ഓവർ ഹിസ് ഷോൾഡർ, അവൻ്റെ ഷോൾഡറിന് മുകളിലൂടെ ഇട്ട കൊളുത്തി വെച്ചിരിക്കുന്ന ബാഗുണ്ട്. ദേ ആർ സോ ഹാപ്പി, അവർ വളരെ സന്തോഷവാന്മാരാണ് ആ രണ്ട് ആൺകുട്ടികളും. ദേ ആർണ്ട് സേയിങ് എനിത്തിങ് ദീസ് ബോയ്സ്. ഐ തിങ്ക് ഇഫ് ദേ കുഡ് ദേ വുഡ് ടേക്ക് ഈച്ച് അതേഴ്സ് ആം. ദേ ആർണ്ട് സേയിങ് എനിത്തിങ്, അവരൊന്നും പറയുന്നില്ല. ദീസ് ബോയ്സ്, ഈ ആൺകുട്ടികളൊന്നും തന്നെ പരസ്പരം പറയുന്നില്ല. ഐ തിങ്ക് ഇഫ് ദേ കുഡ് ദേ വുഡ് ടേക്ക് ഈച്ച് അതേഴ്സ് ആംസ്. അവർ രണ്ടുപേരും സംസാരിക്കുകയായിരുന്നുവെങ്കിൽ അവർ രണ്ടുപേരും അവരുടെ കൈകൾ കോർത്ത് പിടിച്ചേനെ. ഇറ്റ് ഈസ് ഏർലി ഇൻ ദ മോർണിംഗ്, ഇത് അതിരാവിലെയാണ്. ആൻഡ് ദേ ആർ ഡൂയിങ് ദിസ് തിങ്സ് ടുഗദർ. ദേ കം ഓൺ സ്ലോലി, ദ സ്കൈ ഈസ് ടോക്കിംഗ് ഓൺ ലൈറ്റ്. Though the moon still hangs pale over the water, such beauty that for a minute. It is early in the morning. ഇത് അതിരാവിലെയാണ്. And they are doing this thing together. അവർ രണ്ടുപേരും ഈ ജോലി ചെയ്യുന്നത്, ഈ പത്രം അവരെത്തിച്ചു കൊടുക്കുന്നത് ഒരുമിച്ചാണ്. They come on slowly, അവർ വളരെ പതുക്കെയാണ്, സാവധാനത്തിലാണ് അവർ വരുന്നത്. The sky is taking on light. ആകാശത്ത് വെളിച്ചം വീശിത്തുടങ്ങിയിട്ടുണ്ട്. Though the moon still hangs pale over the water. എന്നിരുന്നാലും ചന്ദ്രൻ ഇപ്പോഴും മങ്ങിയ നിലയിൽ വെള്ളത്തിന് മുകളിൽ അല്ലെങ്കിൽ കടലിന് മുകളിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നു. Such beauty that for a minute. ആ നിമിഷം എന്തുമാത്രം വർണ്ണാഭമാണ്, എന്തുമാത്രം സൗന്ദര്യമായ ഭംഗിയുള്ള നിമിഷമാണ്. Death and ambition, even love, doesn't enter into this. മരണം, പിന്നെ അതിയായ ആഗ്രഹം, മാത്രവുമല്ല സ്നേഹമാണെങ്കിലും doesn't enter to this. അവരുടെ സന്തോഷത്തെ ഇതൊന്നും ബാധിക്കുന്നില്ല. മരണമോ അവരുടെ അതിയായ ആഗ്രഹങ്ങളോ സ്നേഹമോ ഇതൊന്നും അവരുടെ സന്തോഷത്തെ ബാധിക്കുന്നില്ല. Happiness, it comes on unexpectedly and goes beyond really an early morning talk about it. സന്തോഷം അതെന്ത് ചെയ്യുന്നു, അത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് കടന്നു വരുന്നത്. അത് പ്രതീക്ഷിക്കുന്നതിലും കൂടുതലായിട്ട് വരികയും ചെയ്യും. ഇങ്ങനെയാണ്. അതായത് നമ്മുടെ റൈമണ്ട് കാവ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അടക്കി പിടിച്ച്, അതായത് വലിയ വലിയ ആഗ്രഹങ്ങളില്ലാതെ വളരെ സിമ്പിളായിട്ട് സരളമായിട്ട് ഉള്ള ജീവിതശൈലിയാണ് നമ്മളെല്ലാവരും ജീവിതത്തിൽ പുലർത്തി പോരേണ്ടത്. വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ അത് നമ്മൾക്ക് സന്തോഷമല്ല, അത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ, ടെൻഷനാണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കുക. അപ്പോൾ എപ്പോഴും ചെയ്യുന്ന ജോലി അത് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ നോക്കുക. അതിൽ സന്തോഷം കണ്ടെത്താൻ എല്ലാവരും ശ്രമിക്കുക എന്നാണ് ഈ കവിതയിലൂടെ റൈമണ്ട് കാവർ പറയുന്നത്. ഇതിനിടയിൽ കുറച്ച് ചോദ്യങ്ങൾ നമുക്കുണ്ട്. ഹു ഈസ് ദ സ്പീക്കർ ഓഫ് ദീസ് ലൈൻ? ആരാണ് ഈ കവിതയിൽ നമ്മോട് സംസാരിക്കുന്നത്? ആരാണ് ഈ കവിതയിൽ
സംസാരിക്കുന്നത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. എന്താണ് ഉത്തരം എഴുതുക? ദ പോയറ്റ് ഹിംസെൽഫ് ഈസ് ദ സ്പീക്കർ. നമ്മുടെ കവി തന്നെയാണ്, അദ്ദേഹം തന്നെയാണ് ഇവിടെ ഈ കവിതയിൽ സംസാരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് ദ എക്സ്പ്രഷൻസ് ഫ്രം ദ പോയം വിച്ച് ടെൽ us about the time. സമയത്തെ സൂചിപ്പിക്കുന്ന രണ്ട് പരാമർശങ്ങൾ, എക്സ്പ്രഷൻസ് നമ്മുടെ കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതുക. ഏതായിരിക്കും അത്? സ്കൈ ഈസ് ടേക്കിംഗ് ഓൺ ലൈറ്റ് അല്ലേ? 2, ദ മൂൺ സ്റ്റിൽ ഹാങ്സ് പെയിൽ ഓവർ ദ വാട്ടർ എന്ന് പറയുന്ന 2 വരികൾ. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ദ യൂഷ്വൽ മോർണിംഗ് സ്റ്റഫ് ദാറ്റ് പാസസ് ഫോർ തോട്ട്. ചിന്തയിൽ മുഴുകി രാവിലത്തെ കാര്യങ്ങൾ മറന്നുപോയി എന്ന് നമ്മുടെ കവി ഈ കവിതയിൽ പറയുന്നുണ്ടല്ലേ. എന്താണ് ഈ വരി അർത്ഥമാക്കുന്നത്? ദ പോയറ്റ് മീൻസ് ദാറ്റ് ഹി ഫോർഗോട്ട് ഹിസ് മോർണിംഗ് റൊട്ടീൻ വെൻ ഹി സോ ദ ബോയ്സ് ഡെലിവറിങ് ന്യൂസ് പേപ്പർ വിത്ത് ഹാപ്പിനെസ് അല്ലേ. വളരെ സന്തോഷത്തോട് കൂടിയിട്ട് 2 ആൺകുട്ടികൾ അവർ ഒരുമിച്ച് ന്യൂസ് പേപ്പർ എന്ത് ചെയ്യുന്നു, എല്ലാ വീടുകളും എത്തിച്ചു കൊടുക്കുന്നു. അത് കണ്ടിട്ട്, ഈ കുട്ടികളെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ പതിവായി ചെയ്യുന്ന രാവിലെയുള്ള പ്രഭാത കർമ്മങ്ങൾ അത് ചെയ്യാൻ മറന്നുപോയി. നാലാമത്തെ ചോദ്യം, വൈ ഡു ദ ന്യൂസ് പേപ്പർ ബോയ്സ് വെയർ ക്യാപ്സ് ആൻഡ് സെറ്റേഴ്സ്. എന്തുകൊണ്ടാണ് ന്യൂസ് പേപ്പർ വിതരണം ചെയ്യുന്ന 2 കുട്ടികൾ തൊപ്പിയും കമ്പിളിയും ധരിച്ചത്? ഉത്തരം എന്താണ് എഴുതുക? ബിക്കോസ് ഇറ്റ് ഈസ് എ കോൾഡ് വിൻട്രി ഡേ. അതെന്താണ്? അത് വളരെ തണുപ്പുള്ള ഒരു പ്രഭാതമായിരുന്നു, അതുകൊണ്ട് തന്നെയാണ്. അഞ്ചാമത്തെ ചോദ്യം, യൂഷ്വലി ചിൽഡ്രൻ ടോക്ക് അബൌട്ട് മെനി തിങ്സ് വെൻ ദേ ആർ ടുഗദർ. സാധാരണഗതിയിൽ ആൺകുട്ടികൾ 2 പേരും ഒരുമിച്ച് കൂടിയാൽ അവർ കൂടുതൽ സംസാരിക്കും. ബട്ട് ദ പോയറ്റ് സേസ് ദേ ആർ ഇൻ സേയിങ് എനിത്തിങ്. പക്ഷെ നമ്മുടെ കവി പറയുന്നത് അവരൊന്നും സംസാരിക്കുന്നില്ല. ഈ കവിതയിലെ 2 ആൺകുട്ടികളൊന്നും സംസാരിക്കുന്നില്ല എന്നാണ്. വാട്ട് മേ ബി ദ റീസൺ? എന്തായിരിക്കും കാരണം? ദ ന്യൂസ് പേപ്പർ ബോയ്സ് ആർ എൻജോയിങ് ഹാപ്പിനെസ് വിത്ത് സൈലൻസ്. അവരെന്ത് ചെയ്യുന്നു? അവർ നിശബ്ദതയിലൂടെയാണ് അവരുടെ സന്തോഷം ആസ്വദിക്കുന്നത്. അതുകൊണ്ടാണ് അവർ സംസാരിക്കാത്തത്. ആറാമത്തെ ചോദ്യം, ദ സ്കൈ ഈസ് ടേക്കിംഗ് ഓൺ ലൈറ്റ്. വാട്ട് ഡസ് ദിസ് ലൈൻ കൺവേ? ആകാശം പ്രകാശപൂരിതമാകാൻ തുടങ്ങുന്നു. ഈ വരി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ആറാമത്തെ ചോദ്യം. എന്താണ്? ദിസ് എക്സ്പ്രഷൻ ടെൽസ് അബൌട്ട് ദ ടൈം വെരി ഏർലി ഇൻ ദ മോർണിംഗ്. എന്താണ് ഈ എക്സ്പ്രഷൻ, ഈ പരാമർശം സൂചിപ്പിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അതിരാവിലെയാണ് എന്നാണ്. ഓക്കെ. ഈ 6 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതുക. കവിത നന്നായി വായിക്കുക, മനസ്സിലാക്കുക, സംശയങ്ങൾ ചോദിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.